Hello everyone. ഓണം എക്സാമിനേഷൻ ഈസ് ജസ്റ്റ് അറൌണ്ട് ദ കോർണർ ആൻഡ് നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് എ ഫീനിക്സ് റൈസസ്. സോ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ആ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. എങ്ങനെയാണ് ആ ചാപ്റ്റർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് ആ ചാപ്റ്റർ പഠിച്ചു തുടങ്ങേണ്ടത്. ആൻഡ് ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മളിപ്പോൾ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഡു ജോയിൻ അസ്. നോക്കൂ, ഈ ചാപ്റ്റർ എ ഫീനിക്സ് റൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 2 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയാണ്, ഒരു കഥയാണ്. ആ കഥ എഴുതിയിട്ടുള്ളത് ട്വിങ്കിൾ ഗന്ന എന്നൊരു ഓഥറാണ്. ആൻഡ് ഇതിന്റെ രണ്ടാമത്തെ സെക്ഷൻ ഒരു ഇന്റർവ്യൂ ആണ്. ആരുമായിട്ടുള്ള ഇന്റർവ്യൂ? അരുണാചലം മുരുകാനന്ദം എന്ന തമിഴ്നാട്ടുകാരനായ ഒരു സോഷ്യൽ ഓണ്ടർപ്രണറുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ് രണ്ടാമത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്വിങ്കിൾ ഗന്ന എഴുതിയ ഈ സ്റ്റോറി അരുണാചലം മുരുകാനന്ദത്തിന്റെ റിയൽ ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയ കഥയാണ്. അരുണാചലം മുരുകാനന്ദം എന്ന മനുഷ്യനെ റെപ്രസെന്റ് ചെയ്യുന്ന കഥയിലെ ക്യാരക്ടറിന്റെ പേര് ബബ്ലു കേവത്ത് എന്നാണ്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സ്റ്റോറി, ആദ്യത്തെ പാർട്ടിലുള്ള സ്റ്റോറി എഴുതിയത് ട്വിങ്കിൾ ഗന്നയാണ്. ട്വിങ്കിൾ ഗന്ന വളരെ ഫേമസ് ആയിട്ടൊരു ഓഥറാണ്, ആക്ട്രസ് ആണ്, ഇന്റീരിയർ ഡിസൈനർ ആണ്. ആൻഡ് ട്വിങ്കിൾ ഗന്നയുടെ ഹസ്ബൻഡിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലെ, പോപ്പുലർ ബോളിവുഡ് ആക്ടർ ആയിട്ടുള്ള അക്ഷയ് കുമാർ ആണത്. ആൻഡ് ഇനി നോക്കൂ, ഇവിടെ ട്വിങ്കിൾ ഗന്ന ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. ട്വിങ്കിൾ ഗന്ന ആക്ച്വലി ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് എന്ന് പറഞ്ഞത്. ആ ഷോർട്ട് സ്റ്റോറി കളക്ഷനിൽ ഒരു കഥ അരുണാചലം മുരുകാനന്ദം എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഓണ്ടർപ്രണറിന്റെ ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ കഥയുടെ ആക്ച്വൽ നെയിം ദ സാനിറ്ററി മാൻ ഫ്രം എ സീക്രട്ട് ലാൻഡ് എന്നാണ്. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ പേര് ദ സാനിറ്ററി മാൻ ഫ്രം എ സീക്രട്ട് ലാൻഡ് എന്നല്ല, അതിന്റെ അഡാപ്റ്റഡ് വേർഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് അതിന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പേര് എ ഫീനിക്സ് റൈസസ് എന്നാണ്. ഫീനിക്സ്, ആസ് വി ബോത്ത് നോ, ഈസ് എ മിത്തിക്കൽ ബേർഡ് അല്ലെ. അതൊരു ഇമാജിനറി ബേർഡ് ആണ്, അതൊരു മിത്തിക്കൽ ബേർഡ് ആണ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യം, ഈ ഫീനിക്സ് പക്ഷിക്ക് ഒരുപാട് പ്രായമാകുമ്പോൾ അത് എന്ത് ചെയ്യും? അത് സ്വയം കത്തിച്ചാമ്പലാവും. എന്നിട്ട് അതിന്റെ ആഷസിൽ നിന്ന് അത് എന്ത് ചെയ്യും? റീബോൺ ചെയ്യും, റീബേർത്ത് നടക്കും. അതുകൊണ്ട് തന്നെ ഫീനിക്സ് പക്ഷികൾ അല്ലെങ്കിൽ ഫീനിക്സിനെ നമ്മൾ റീബേർത്തിന്റെ, ഹോപ്പിന്റെ, ന്യൂ ബിഗിനിങ്സ് ആഫ്റ്റർ ഡിഫിക്കൽട്ടീസ് ആൻഡ് ചാലഞ്ചസിന്റെ സിമ്പിൾ ആയിട്ടാണ് കണക്കാക്കാറ്. സോ അരുണാചലം മുരുകാനന്ദത്തിന്റെ ലൈഫ് സ്റ്റോറി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു 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 മിത്തിക്കൽ സിമ്പിൾ ആണ് എന്ത്? ഈ ഫീനിക്സ് എന്ന് പറയുന്നത്. നോക്കൂ, ഞാൻ ഈ പറയുന്ന 5 പോയിന്റ്സ് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സേഫായി, കോൺഫിഡൻ്റ് ആയി ഈ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദിസ് ചാപ്റ്റർ ടെൽസ് ദ ഇൻസ്പയറിംഗ് ലൈഫ് സ്റ്റോറി ഓഫ് അരുണാചലം മുരുകാനന്ദം. അരുണാചലം മുരുകാനന്ദം എന്ന് പറഞ്ഞ തമിഴ്നാട്ടുകാരനായ ഒരു സോഷ്യൽ ഓണ്ടർപ്രണറിന്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ലൈഫ് സ്റ്റോറിയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ബോത്ത് ദ സ്റ്റോറി ആൻഡ് ദ ഇന്റർവ്യൂ. Then, he is widely known for developing affordable sanitary pads for women in rural India. അതിനാണ് അദ്ദേഹം പ്രശസ്തനായത്. എന്തിന്? റൂറൽ ഇന്ത്യയിലെ, ഗ്രാമീണ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി അഫോർഡബിൾ ആയ സാനിറ്ററി നാപ്കിൻസ് ഡെവലപ്പ് ചെയ്തതിലാണ് അദ്ദേഹം പോപ്പുലർ ആയിട്ടുള്ളത്. ആൻഡ് ഹിസ് വർക്ക് ബ്രോഡ് അറ്റൻഷൻ ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് മെൻസ്ട്രൽ ഹൈജീൻ ആൻഡ് വിമൻസ് ഹെൽത്ത്. നോക്കൂ, പണ്ടത്തെ കാലത്ത് ഒരുപാട് ടാബൂസ് ഉണ്ടായിരുന്ന, ഒരുപാട് സോഷ്യൽ സ്റ്റിഗ്മാസ് ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറയുന്നത്, ആർത്തവ ശുചിത്വം എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ഈ വർക്ക്, അദ്ദേഹത്തിന്റെ ഈ എഫേർട്ട് മെൻസ്ട്രൽ ഹൈജീൻ അല്ലെങ്കിൽ വിമൻസ് ഹെൽത്ത്, ഇതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആളുകളിൽ എന്തുണ്ടാക്കിയിട്ടുണ്ട്? അവയർനെസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹി ഫേസ്ഡ് മെനി ചാലഞ്ചസ് ബിഫോർ ഗെയിനിങ് റെക്കഗ്നിഷൻ ഫോർ ഹിസ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. നോക്കൂ, ഒരു പുരുഷൻ അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യാണ്? സ്ത്രീകളുടെ മെൻസ്ട്രൽ ഹൈജീനുമായി ബന്ധപ്പെട്ട, മെൻസ്ട്രൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതും വലിയ കമ്പനീസ് എക്സ്പെൻസീവായി വിറ്റുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റ് എന്താണ്? ചീപ്പായിട്ട് ആളുകൾക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ശ്രമിക്കുന്നു, ഒരു പുരുഷൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരുപാട് ചാലഞ്ചസ്, ഒരുപാട് ഡിഫിക്കൽട്ടീസ്, ഒരുപാട് സെറ്റ് ബാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓവർകം ചെയ്ത് അദ്ദേഹം സക്സസ് ആയതിന്റെ കഥയാണ്, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ കുതിച്ച് ഉയർന്നതിന്റെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് അദ്ദേഹത്തിന് ആ റെക്കഗ്നിഷൻ, അദ്ദേഹത്തിന് ഇന്നോവേറ്റീവ് ഐഡിയാസിനുള്ള അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് ഒരുപാട് ചാലഞ്ചസ് അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. ഹിസ് ഇൻസ്പയറിംഗ് സ്റ്റോറി or journey shows us how determination and desire to help others can bring about meaningful social changes. So നമ്മൾ അദ്ദേഹത്തെ വിളിച്ചത് ഒരു സോഷ്യൽ ഓണ്ടർപ്രണർ എന്നാണ്. ENTREPRENEUR, ഓണ്ടർപ്രണർ. സോ സാമൂഹിക സംരംഭകത്വം എന്നാണ്. അതായത് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് നടത്തുന്നു, എന്നാൽ അത് നമ്മുടെ പേഴ്സണൽ പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല, സൊസൈറ്റിക്ക് കൂടെ ഹെൽപ്ഫുൾ ആയ രീതിയിൽ നിങ്ങൾ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അതിന് നമുക്ക് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയാം. സോ ഇവിടെ നോക്കൂ, അദ്ദേഹത്തിന്റെ ഇൻസ്പയറിംഗ് ജേർണി
കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം, അതുപോലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ആഗ്രഹം മീനിങ് ഫുള്ളായ, അർത്ഥവത്തായ സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക എന്നതാണ്. ഈ പറഞ്ഞ 5 പോയിന്റ്സ് വളരെ ക്രൂഷ്യലാണ്. ബിക്കോസ് ട്രസ്റ്റ് മീ, ഇതൊന്ന് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ആൻഡ് ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. ആൻഡ് ഈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങോട്ടേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സോ താങ്ക് യു എവ്രിബഡി ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക് യു.